ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച ഇന്നിപ്പോൾ നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. സുഖമില്ല തന്നെ പീരിയഡ്സ് ടൈമിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരോ പണികൾ തീർക്കണം. കാരണം എന്താ വെച്ചാൽ മോന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എന്തായാലും എണീക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടാണ്. അമ്പലത്തിൽ പൂജ തുടങ്ങാനായി. ഞാൻ വേഗം പല്ല് തേച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി. പുറത്ത് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ കോട വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പുറത്ത് അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഞാൻ വേഗം ഓരോരോ പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകി ആദ്യം തന്നെ. ഈ പാത്രം കഴുകാനുള്ള ഒരു ടഫ് പണിയെന്ന് പറയുന്നത്. എപ്പോഴും ഈ പാത്രം കഴുകാനുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ പല്ല് തേപ്പിച്ചു. അവൻ പല്ല് തേച്ചാൽ വൃത്തിയാവില്ല. പിന്നെ ഞാൻ വന്ന് അടുക്കളയ്ക്ക് ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി. പാത്രം പിന്നെ കഴുകിയാലും നമുക്ക് തീരില്ല. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മോൻ എണീറ്റു. മോനെ ഒന്ന് മുഖമൊക്കെ കഴിപ്പിച്ച് റെഡിയാക്കി ഇരുത്തി. പിന്നെ ഞാൻ വേഗം കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി. കറിക്ക് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി മസാലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പില ഒരു ഉള്ളിയും കഴുകിയെടുത്തു. ഞാനിങ്ങനെ ആട്ടോ മസാലക്കറി ആക്കുന്നത്. എല്ലാവരും എങ്ങനെ എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എല്ലാ പച്ചക്കറി ഇടുന്നത് ഇഷ്ടമില്ല. ഞാൻ ഈ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് എപ്പോഴും ആക്കൽ. പിന്നെ അപ്പം ഞാനിതൊക്കെ വേഗം അരിഞ്ഞെടുത്തു. പിന്നെ കഴുകി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാനതെല്ലാം അടുപ്പത്ത് വെച്ചു. ഒരു കുക്കറിൽ കഴുകി അരിഞ്ഞിട്ട് ഈ കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെക്കുക ചെയ്തത്. പിന്നെ എണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മളത് വെക്കുകയാണെങ്കിൽ ആ ഒരു പണി നമുക്ക് ലാസ്റ്റ് കുറഞ്ഞ് കിട്ടും. അങ്ങനെ കടുക് പൊട്ടിച്ച് ഞാൻ അതിലത്തേക്ക് ഈ പച്ചക്കറിയെല്ലാം ഇട്ട്. എല്ലാ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കെല്ലാം. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ആക്കുന്നില്ലെന്ന് മാത്രം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ആ വേവിക്കുന്ന സമയത്ത് നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ചായ അടുപ്പത്ത് വെക്കാം. ഞാൻ കിടക്കുന്നത് എന്താ വെച്ചാൽ സമയത്തിന് എല്ലാം നടക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് കുഴച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചിട്ടുമയിലെല്ലാം നടക്കുന്നുണ്ട്. അവനെ നോക്കി നിന്നാൽ എൻ്റെ പണിയൊന്നും ആവില്ല. അപ്പോൾ ഞാൻ വേഗം എണ്ണ ഒഴിച്ച് പൂരിയൊക്കെ വേഗം പൂരി പ്രസ്സർ ചെയ്യുന്നത് അതിൽ വേഗം പ്രസ് ചെയ്ത് അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ മോന് കഴിക്കാനായ പൂരി ആയിട്ടാകുമ്പോൾ ഞാൻ ചുടുന്ന നിർത്തിയിട്ട് വേഗം കറിയാക്കി ചായയാക്കി ഓന് കഴിക്കാൻ കൊടുത്താൽ പിന്നെ നമുക്ക് വലിയ കഴിക്കാമല്ലോ. അവൻ്റെ സമയത്തിന് അവൻ പോകും ഇപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഞാൻ റെഡിയാക്കി അവനുള്ളത് കൊടുത്തു. പിന്നെ ഞാൻ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ടു. ഇതൊക്കെ ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഈ കുട്ടികളില്ല എല്ലാ അമ്മമാർക്കും രാവിലത്തെ ഈ ഒരു പെടാപ്പാട്. എന്താ വെച്ചാൽ അങ്ങനെ എല്ലാം റെഡിയാക്കി അവനെ ഒന്ന് പുറത്തിറക്കി. 9 മണിയാകുമ്പോൾ അവൻ്റെ വണ്ടി വരും. അവൻ പൂനാച്ചി സരസ്വതി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ 9 മണിയായപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ വണ്ടി വന്നു. എപ്പോഴും ഞാൻ അവനെ കൊണ്ടാക്കാൻ പോകാറില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോയാൽ കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ പാട് ഞാൻ വേഗം അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത്. വീട്ടിലെത്തിയ പാട് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അപ്പോൾ ഇവിടെ എനിക്ക് ഉഴുന്ന് കൂട്ടിയ ദോശയും വറുത്തരച്ച കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ അതെല്ലാം എടുത്തിട്ട് വർത്താനം പറയാനൊന്നും നിന്നില്ല. ഞാൻ വേഗം അത് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഈ ദോശ, ഉഴുന്ന് കൂട്ടിയ ദോശ അതൊക്കെ. പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന്. അപ്പോൾ ആൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായതുകൊണ്ട് വലിയ മൈൻഡാക്കാതെ മാറി. തീർന്നോ എന്താ ഇപ്പോൾ പണിയെടുക്കുന്നില്ലേ നിങ്ങൾ? എന്താ ആവശ്യമുള്ള ഇപ്പം? പിന്നെ ഒരു 1 മണിയായപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറിന് ചിക്കൻ കറിയും പിന്നെ നമ്മളെ പപ്പങ്കായില്ലേ, കപ്പളങ്ങ എന്ന് പറയും. പപ്പങ്കായ ഓരോ സ്ഥലത്ത് ഓരോ പേരില്ലേ. കപ്പളങ്ങയും പിന്നെ കടലക്കറിയും പുളിശ്ശേരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.